നമസ്കാരം. CPM-നെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുകയാണ് ഭേദം. കാരണം അത്രയ്ക്ക് മലിനമാണ് CPM. പക്ഷെ പറയാതിരിക്കാൻ ഈ അവസരത്തിൽ പറ്റില്ല. കാരണം ഇനിയൊരു ഇടതുപക്ഷ ഭരണം കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനില്ല. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നാണ് പിണറായി വിജയനും തോമസ് ഐസക്കും ബി ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ ഇതേക്കുറിച്ച് തൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പെറ്റ മകനെ എൻ കിളിയെ ശിവൻകുട്ടി ചതിയനോ എന്ന തലക്കെട്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന ദീനരോദനം മൂന്നാറിലെ മലമടക്കുകളിൽ നിന്ന് അഭിമന്യുവിൻ്റെ അമ്മയുടെ വിതുമ്പലായി മന്ത്രി വി ശിവൻകുട്ടിയുടെ ബധിരകർണങ്ങളിൽ എത്തുന്നുണ്ടോ എന്നറിയില്ല. അത് കേട്ടില്ലെന്ന് ശിവൻകുട്ടി നടിക്കുന്നെങ്കിൽ ഇനിയും എന്തെങ്കിലും ഉച്ഛിഷ്ടം ദുഷ്ടനായ പിണറായി വിജയൻ്റെ ആസനത്തിൽ നിന്ന് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാകും. SDPI എന്ന ദുഷ്ടജന്തുക്കളുടെ വോട്ട് വാങ്ങിയേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്ന് വി ശിവൻകുട്ടി ശാഠ്യം പിടിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയും ആ സംഘടനയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ഡീലിൻ്റെ ഫലമാണെന്ന് ആർക്കുമറിയാം. അഭിമന്യുവിൻ്റെ ജീവത്യാഗമോ ഇതേ നികൃഷ്ട ജീവികൾ അതിനു മുൻപ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈത്തണ്ട ചോദ്യപേപ്പർ വിവാദത്തിൻ്റെ പേരിൽ ദൈവനിന്ദ ആരോപിച്ച് വെട്ടിമാറ്റിയതും എങ്ങനെ മറക്കാനാകും? ആ ക്രൂരതയും വി ശിവൻകുട്ടിയുടെ മനസ്സിനെ തെല്ലും ഉലയ്ക്കുന്നില്ല. ദുരിതക്കയത്തിൽ കിടന്ന് വെന്തുരുകുകയായിരുന്ന പ്രൊഫസർ TJ ജോസഫിൻ്റെ ഭാര്യ ഷലോമി ഗതികെട്ട് കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. ഇത് ദൈവത്തിൻ്റെ അല്ല ചെകുത്താൻ്റെ നാടാണെന്ന് തെളിയിച്ചതും ശിവൻകുട്ടിയുടെ കഠിന ഹൃദയത്തെ ഉലച്ചില്ല. എന്തിനേറെ അഭിമന്യുവിനെ കശാപ്പ് ചെയ്ത കേസിലെ മുഖ്യപ്രതിയെ 7 വർഷം കഴിഞ്ഞിട്ടും നിയമത്തിന് തൊടാനായിട്ടില്ല എന്നോർക്കുമ്പോൾ ശിവൻകുട്ടിയുടെ കൂറ് ആരോടാണ് എന്നതിൽ എന്തിന് സംശയിക്കണം? മുഖ്യപ്രതി ഏതോ പറുദീസയിൽ സർവ്വസുഖങ്ങളും അനുഭവിച്ചു വാഴുകയാണ്. ആ പോക്കരിയുടെ 1 ലക്ഷം വോട്ട് കിട്ടിയാൽ മുഖ്യന് 3-ാം ഊഴം ഉറപ്പായത്രേ. അതിനുള്ള വിടുവേലയാണ് ശിവൻകുട്ടി ചെയ്യുന്നത്. മുഖ്യപ്രതിയെ 10 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും തൊടാൻ കഴിയാത്തതിൽ നാണമാകുന്നില്ലേ മന്ത്രിക്ക്? ഇനി ട്രംപിനെ ഏൽപ്പിച്ചാണോ ഇയാളെ പിടിക്കേണ്ടത്? ഇതിനു പിന്നിലെ അച്ചുതണ്ട് എന്താണെന്ന് ബോധ്യമാകുന്നതല്ലേ മുഖ്യപ്രതിക്ക് മാത്രം സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്ന സംവിധാനം? പകരം വോട്ട് കിട്ടിയാൽ മതിയല്ലോ. ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന ദീനരോദനം ഇപ്പോഴും മൂന്നാറിലെ മലമടക്കുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് മറക്കണ്ട ശിവൻകുട്ടി. SDPI ഈ വോട്ട് ആർക്ക് കൊടുക്കാനാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. അതല്ലേ ശിവൻകുട്ടിയുടെ ആക്രാന്തം? ഇതുതന്നെയല്ലേ CPM നിഷിദ്ധമായി പ്രഖ്യാപിച്ചിരുന്ന PM ശ്രീ പദ്ധതി? കേരളത്തിൽ കടത്താൻ എല്ലാ നടപടിക്രമങ്ങളും മറികടന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അമിതാവേശം കാണിച്ചത്. പിണറായി വിജയൻ്റെ വിഴുപ്പ് മുഴുവൻ ചുമക്കുന്ന അനന്തപുരിയിലെ ഒരു ഓട്ടപ്പാട്ടയാണ് ഇന്ന് ഈ മന്ത്രി. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന സിദ്ധാന്തം പയ്യന്നൂരിലാണ് ആദ്യം ഉടലെടുത്തത്. അതിൻ്റെ ഉപജ്ഞാതാവ് പ്രാദേശിക ജില്ലാ നേതാവായിരുന്ന വി കുഞ്ഞികൃഷ്ണനായിരുന്നു. എന്താണ് ഈ സിദ്ധാന്തം എന്നത് തുടക്കത്തിൽ ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ കോടികളുടെ വ്യാജക്കണക്കുകൾ ചുരുൾ നിവർന്നപ്പോൾ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടിൻ്റെ കൊള്ളകൂടി മറന്നീക്കിയപ്പോൾ പാർട്ടിയുടെ മുഖം മൂടി കഴിഞ്ഞു. ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ അറ്റകൈ പ്രയോഗം തന്നെ നടത്തി. ഇനി നമുക്ക് വി കുഞ്ഞികൃഷ്ണൻ്റെ ധീരതയെ വാഴ്ത്താം. ഈ ദേശസ്നേഹി എത്ര നാൾ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നത് ഉത്തരം കിട്ടാത്ത സമസ്യയാണ്. SDPI വിവാദത്തിൻ്റെ പരിസമാപ്തി എവിടെ എത്തുമെന്ന് പറയാനാകില്ല. SDPIയുടെ നികൃഷ്ടജീവികൾ കത്തിയുടെ മുൾമുന ആർക്കു നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയത് അത്ര വലിയ പാതകമായി കാണുന്നവനല്ല ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അതുകൊണ്ടാകും ആ ദുഷ്ടന്മാരുടെ വോട്ട് ഏത് പാതാളത്തിൽ പോയും കൈക്കലാക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത്. CPM ഈ പ്ലാനറ്റിൽ കുറച്ചുനാൾ കൂടിയേ ഉണ്ടാവാനിടയുള്ളൂ എന്നത് സത്യസന്ധരായ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം ബോധ്യമുള്ളതാണ്. സംഭവ ബഹുലമായ കമ്മ്യൂണിസ്റ്റ് ഐതിഹ്യങ്ങളെ അന്ത്യയാമത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് കാലം. വലിയ പ്രതീക്ഷയോടെ CPM-നോടൊപ്പം പതിറ്റാണ്ടുകൾ സഞ്ചരിച്ച എന്നെപ്പോലെയുള്ളവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ടുള്ളതിനപ്പുറം മറ്റൊന്നും പാർട്ടിയിൽ നിന്ന് നേടിക്കൂടെന്ന് വിശ്വസിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് സഖാക്കളായിരുന്നു ഞങ്ങളുടെയും മാർഗദർശികൾ. അവസാനം വിഭാഗീയത മൂർച്ഛിച്ചപ്പോൾ അണപൊട്ടി ഒഴുകിയ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും ആ അന്തരീക്ഷത്തിലും ഒരു ധ്രുവ നക്ഷത്രം ഉണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു എന്നെപ്പോലെയുള്ളവർക്ക്. വിരുദ്ധനായ ആർതർ കോസ്റ്റ്ലർ പറഞ്ഞത് എത്ര സത്യമാണ്. ഒരു മിഥ്യയുടെ മരണത്തേക്കാൾ ദുഃഖകരമായി മറ്റൊന്നില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അനുഭവിക്കുന്നത്. എന്നാണ് പിണറായി വിജയൻ ഗോർബച്ചേവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? എത്രയെത്ര രക്തസാക്ഷികളുടെ ബലികുടീരങ്ങൾ പിണറായി വിജയനെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടാകും? എല്ലാം സ്വയം കൃതാനർത്ഥം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് സമാധാനിക്കാതെ വയ്യ. ഇങ്ങനെയാണ് ജി ശക്തിധരൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിവിടം കൊണ്ട് തീരുന്നില്ല, തുടരും എന്നുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തായാലും SDPIയുടെ വോട്ട്, അതായത് വർഗീയ ശക്തികളുടെ വോട്ട്
തങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെയാണ് മറുവശത്ത് ശിവൻകുട്ടിയും തോമസ് ഐസാക്കും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആര് വോട്ട് തന്നാലും സ്വീകരിക്കും എന്ന് പറയുന്നത്. അത് അധികാരം കൈയാളാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇവരുടെയൊക്കെ മനസാക്ഷി ഈ പറയുന്ന അഭിമന്യു എന്ന മഹാരാജാസ് കോളേജിൻ്റെ വരാന്തയിൽ കഠാര നെഞ്ചിൽ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിൻ്റെ ആത്മാവിനോട് പോലും നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ്.